ദാ ഈ കാണുന്ന ഐറ്റം ഇല്ലേ, ഇത് ചക്കക്കുരു കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ചിലർക്കൊക്കെ ഈ ചക്കക്കുരു ചെറിയ പ്രശ്നക്കാരനാണെങ്കിലും ആള് ഗുണത്തിലും ടേസ്റ്റിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഇട്ട് ഇനി കളയണ്ട, ഇതുപോലെ ചക്കക്കുരു ലഡു ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടാവേ. ആദ്യം തന്നെ നമുക്കൊരു ഇരുമ്പ് ചട്ടിയിൽ ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കണം, അല്ലെങ്കിൽ ഉള്ളുഭാഗം വെന്ത് കിട്ടത്തില്ലേ, കുറച്ച് സമയം എടുക്കും കേട്ടോ. അങ്ങനെ ചക്കക്കുരു വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ 1 കപ്പ് നിലക്കടല ഇട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. നിലക്കടല ഇഷ്ടമില്ലെങ്കിൽ ബദാമോ കാഷ്നട്ടോ എന്ത് വേണേലും എടുക്കാവേ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു തേങ്ങ, ചെറിയ തേങ്ങ ആയിരുന്നു, അത് തിരുമിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ വേർക്കണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. ഇനിയിപ്പോൾ നമ്മൾ ചക്കക്കുരു ചൂടാറിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിലെ തൊലിയില്ലേ, അത് മാത്രം ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടണം കേട്ടോ, അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ തേങ്ങായും നിലക്കടലയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. കൂടെ ഒരു 5-6 ഏലക്കയുടെ കുരുവും കൂടി ഇട്ടിട്ട് ഇതുപോലെ അതുകൂടെ ഒന്ന് പൊടിച്ച് നമ്മുടെ ചക്കക്കുരു പൊടിച്ചതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ശർക്കര പാനി വേണേ. ഞാനൊരു 3/4 കപ്പ് ശർക്കര പാനി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര മെൽറ്റാക്കി എടുത്തതാണ്. എന്നിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3/4 കപ്പ് ഇതിന് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ശർക്കര പാനി എല്ലാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ നമ്മൾ അരിയുണ്ടയൊക്കെ ഉരുട്ടിയെടുക്കത്തില്ലേ, ഇതുപോലെ ഉരുട്ടിയെടുത്താൽ നല്ല അടിപൊളി ചക്കക്കുരു ലഡുവെന്നോ അല്ലെങ്കിൽ ചക്കക്കുരു ഉണ്ടെന്നോ ഒക്കെ പറയാം. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നേ.